അപ്പോൾ CMAൻ്റെ റിസൾട്ട് വന്നു. അടിപൊളിയായിട്ടുള്ള പാസിംഗ് പെർസെൻറ്റേജാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. കുറേ കുട്ടികളുടെ അവരുടെ റിസൾട്ട് ഷെയർ ചെയ്തിട്ട് അവരുടെ ഒരു സന്തോഷം പങ്കുവെക്കുന്നുണ്ട്. അപ്പം പാസ്സായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ കൺഗ്രാജുലേഷൻസ്. നമ്മൾ എല്ലാ ടേമിലും ചെയ്യുന്ന പോലെ തന്നെ ആരുടെയും റിസൾട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, സ്റ്റാറ്റസോ സ്റ്റോറിയോ കാര്യങ്ങളൊന്നും ഇടുന്നില്ല. ഓക്കെ, എല്ലാവരും നേരിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്, കൺഗ്രാജുലേറ്റ് ചെയ്തിട്ടുണ്ട് കഴിയുന്ന ആൾക്കാർക്കൊക്കെ. ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, അപ്പോൾ ഒരു ഗ്രൂപ്പ് പാസ്സായ ആൾക്കാർ അടുത്ത ഗ്രൂപ്പിന് പെട്ടെന്ന് തന്നെ തയ്യാറെടുക്കുക. ഈ ഒരു വിജയത്തിൻ്റെ ആഹ്ലാദത്തിൽ അത് മറന്നു പോകരുത്. ഇനിയിപ്പോൾ ഇൻ്റർമീഡിയറ്റ് പാസ്സായിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ട്രെയിനിങ്ങിന് ജോയിൻ ചെയ്യുക. ട്രെയിനിങ്ങിൻ്റെ കൂടെ നിങ്ങൾക്ക് റെക്കോർഡ് ക്ലാസ് വാങ്ങിച്ചിട്ട് ഫൈനൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ അങ്ങനെ ചെയ്യുക. ഇനി അല്ല, ഓഫ്ലൈൻ ക്ലാസ് പോയി പഠിക്കുന്ന ആൾക്കാർ അതാണ് ഉദ്ദേശം എന്നുണ്ടെങ്കിൽ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തിട്ട് ഓഫ്ലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, പോവുക. ട്രെയിനിങ് എന്തായാലും ചെയ്യുക കമ്പൽസറി ആയിട്ട്. നേരെ ഓഫ്ലൈൻ ക്ലാസ്സിന് കയറിയിട്ട് പെട്ടെന്ന് CMA ക്വാളിഫൈ ചെയ്ത് ട്രെയിനിങ് പിന്നെ ചെയ്യാമെന്നൊക്കെ പറയുന്ന ആ ഒരു അവസ്ഥയിലേക്കൊന്നും മാറിപ്പോവാതെ തെറ്റിപ്പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അത് നിങ്ങളുടെ നാശത്തിലേക്കുള്ള പോക്കാണ്, അങ്ങനെ ചെയ്യാതിരിക്കുക. അടുത്തത് ഇനി ഫൈനൽ പാസ്സായിട്ടുള്ള ആൾക്കാരും അവർക്ക് എന്ത് ചെയ്യണം, അസോസിയേറ്റ് മെമ്പർ ആവണം. അങ്ങനത്തെ കുറച്ച് പ്രൊസീജിയേഴ്സ് ഉണ്ടല്ലോ. അങ്ങനത്തെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാൻ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. ഇനി അടുത്തൊരു ആൾക്കാർ, അഥവാ നമുക്ക് ഈ ഒരു എക്സാം റിസൾട്ട് വന്നപ്പം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ദേശിച്ച ആ ഒരു ക്വാളിറ്റിയിലേക്ക് നമുക്ക് ഉയരാൻ പറ്റാത്ത ആൾക്കാരുണ്ട് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കുറേ ആൾക്കാരും എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ചില ആൾക്കാരൊക്കെ വളരെ സങ്കടം വരും എന്തായാലും. ഓക്കെ, അങ്ങനത്തെ ഒരു അവസ്ഥയാണെങ്കിൽ സങ്കടം വരും. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് ഞാൻ എന്ത് ചെയ്യാണ്, ഡ്രോപ്പ് ചെയ്യാണ്, എന്നെക്കൊണ്ട് പറ്റാത്ത പണിയാണ് ഇതൊക്കെയാണെന്ന് തോന്നുന്നത്. അങ്ങനെയൊന്നുമില്ല, അതാദ്യം മനസ്സിലാക്കുക. ഇപ്പം ഈ പാസ്സായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അവരും ഫസ്റ്റ് അറ്റംപ്റ്റ് പാസ്സായിട്ടുള്ള ആൾക്കാരുണ്ട്. പക്ഷേ അവർ കുറേ ആൾക്കാർ കഴിഞ്ഞ ഒരു എന്താ പറയുക, മുന്നത്തെ ജൂൺ അറ്റംപ്റ്റിൽ എഴുതി കിട്ടാതെ ഈ തവണ ഡിസംബറിൽ എഴുതിയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങനത്തെ ആൾക്കാരാണ് കുറേ ആൾക്കാർ പാസ്സായിട്ടുള്ളത്. അവരന്ന് കഴിഞ്ഞ ജൂണിൽ അവർ തീരുമാനിക്കുകയാണ് ഇതിനെ കൊണ്ട് പറ്റാത്ത പണിയാണ്, ഞാൻ ഡ്രോപ്പ് ചെയ്ത് പോകാമെന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അവരിന്ന് CMA ക്വാളിഫൈഡോ അല്ലെങ്കിൽ CMA ഇൻ്റർമീഡിയറ്റ് അറ്റ്ലീസ്റ്റ് ഒരു ഗ്രൂപ്പ് കിട്ടുന്ന ആൾക്കാരോ ആയി മാറില്ലായിരുന്നു. അതേ ഒരു സിറ്റുവേഷനാണ് നിങ്ങളുള്ളത്. അതേപോലെ ഞാൻ പഠിച്ച സമയത്ത് ഫസ്റ്റ് ഞാൻ എഴുതിയ സമയത്ത് ഞാനും ഫെയിലായിട്ടുള്ള ഒരാളാണ്. അന്ന് ഞാൻ വിചാരിക്കണമൊക്കെ എന്നെ കൊണ്ട് പറ്റാത്ത പണിയാണ്, ഒഴിവാക്കിയിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഇന്ന് CMA ആവില്ലായിരുന്നു. അത് നമ്മൾ എന്ത് ചെയ്തു, വീണ്ടും ശ്രമിക്കുകയാണ്. എവിടെയാണ് നമ്മളെ പരാജയം എന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ പോയിന്റ്. എനിക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റില്ല, ഞാൻ പഠിച്ചെടുത്ത് വന്ന തെറ്റാണോ, അല്ലെങ്കിൽ പ്രസൻറ്റേഷൻ ആണോ, ടൈം മാനേജ്മെൻറ്റ് ആണോ, എന്താണ് എൻ്റെ പ്രശ്നം എന്ന് മനസ്സിലാക്കുക. നിങ്ങൾ RTI ആക്ട് ഒക്കെ പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ പേപ്പർ എന്ത് ചെയ്യാൻ പറ്റും, വരുത്തിക്കാൻ പറ്റും. അല്ലാതെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പേപ്പറുകൾ വാങ്ങാൻ പറ്റും. നമ്മളതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതെടുത്തിട്ട് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റിയെന്ന് മനസ്സിലാക്കുക, മൂവ് ഓൺ ചെയ്യുക. അടുത്ത എക്സാമിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, നമ്മൾ എന്ത് ചെയ്യണം, പൊരുതണം. ഓക്കെ, നല്ല രീതിയിൽ പഠിച്ച് അടുത്ത എക്സാമിൻ്റെ റിസൾട്ട് നമുക്ക് നല്ല റിസൾട്ടാക്കി മാറ്റാൻ പറ്റണം. ഇപ്പോൾ ചിലപ്പോൾ സിംഗിൾ ഗ്രൂപ്പ് പാസ്സായിട്ടുള്ള നിങ്ങളെ ഫ്രണ്ട്സ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ബോത്ത് ഗ്രൂപ്പ് എഴുതി പാസ്സാവുന്നതോടുകൂടി അവരുടെ കൂടെ നിങ്ങളും എത്തുന്നതാണ്. ഇനി അതല്ല, നിങ്ങളെ കൊണ്ട് ഒരു ഗ്രൂപ്പാണ് പറ്റുകയെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ എഴുതുക. ഒരിക്കലും ഡ്രോപ്പ് ചെയ്യുക എന്നുള്ള ആ ഒരു 1% ചിന്ത പോലും നിങ്ങളെ മൈൻഡിലേക്ക് വരാൻ പാടില്ല. തോൽവിയും വിജയത്തിൻ്റെ ഒരു ഭാഗമാണ്. ഇത് തിയറി ആയിട്ട് പറയാനുള്ളത് മാത്രമല്ല, മനസ്സിലാക്കുക. തോൽവികളിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, സക്സസ്സിലേക്ക് മുന്നേറാൻ വേണ്ടി പറ്റണം. ജീവിതത്തിൽ നമുക്ക് പല പ്രശ്നങ്ങളും ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഒരു എക്സാമിൻ്റെ രീതിയിൽ വന്നു, ഇതല്ലാതെ പല പ്രശ്നങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആ വന്നിട്ടുള്ള പ്രശ്നങ്ങളെയൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടുണ്ട്. അതിനൊക്കെ നമ്മൾ ഓവർകം ചെയ്ത് മുന്നോട്ട് പോയിട്ടുണ്ട്. അല്ലാതെ ഒരു പ്രശ്നം വരുമ്പോഴേക്ക് നമ്മൾ എന്ത് ചെയ്യല്ല, അവിടെ ഒക്കെ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞു വേണ്ടി ഇരിക്കല്ല. നമ്മൾ അതിനെയൊക്കെ ഓവർകം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയി. അതേപോലെ ഇപ്പോൾ നിങ്ങൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് ഈ എക്സാം എന്നുള്ളത്. എക്സാമിലെ ഈ ഒരു എന്താ പറയുക, പരാജയം എന്നുള്ളത്, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, തീർച്ചയായിട്ടും ഓവർകം ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പോൾ ഞാൻ കൂടുതൽ പറഞ്ഞ് മുഷിപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ പാസ്സായിട്ടുള്ള ആൾക്കാർ ശ്രദ്ധിക്കുക. നിങ്ങളെ കൂടെ ഉണ്ടായിരുന്ന, നിങ്ങളെ കൂടെ എക്സാം എഴുതിയിട്ട് ഫെയിലായിട്ടുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അവരെ കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ചേർത്ത് പിടിച്ച് അവരെ കൂടി ഹെൽപ്പ് ചെയ്ത് അടുത്ത എക്സാമിന് അവരെ കൂടി വിജയിപ്പിക്കാനുള്ള മാർഗ്ഗങ്ങൾ കണ്ടെത്തുക, അവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കുറേ പ്രോഗ്രാമുകൾ അതിൻ്റെ ഭാഗമായിട്ട് നടത്തുന്നുണ്ട്. അതിൽ നിങ്ങളും ജോയിൻ ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. ഇനി വിജയിച്ച ആൾക്കാർ എന്ത് ചെയ്യാൻ, നമ്മൾ ഓഫ്ലൈൻ ക്ലാസ് എടുത്ത ആൾക്കാർ കുറേ ആൾക്കാർ പാസ്സായിട്ടുണ്ട്. നമ്മൾ റെക്കോർഡ് ക്ലാസ് പർച്ചേസ് ചെയ്ത് ഇഷ്ടം പോലെ ആൾക്കാർ പാസ്സായിട്ടുണ്ട്. ഓരോരുത്തർ ഇന്ന് രാവിലെ മുതൽ അയച്ചുകൊണ്ടിരിക്കുകയാണ് അവരുടെ റിസൾട്ട്. വളരെ സന്തോഷം, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ. പക്ഷേ ആ ഒരു മെസ്സേജ് അയക്കലോടുകൂടി നിങ്ങൾ നിർത്തരുത്. നേരിട്ട് വരിക, ട്രീറ്റ് എന്തായാലും വേണം. ഓക്കെ, അപ്പോൾ ടാറ്റാ ബൈ.